നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഉപ്പിട്ട തിങ്കളാഴ്ചയാണ്. കണ്ടേശ്വരത്ത് അമ്പലത്തിൽ പോയി തൊഴുത് വഴിപാടൊക്കെ ചെയ്തിട്ട് രാജേട്ടൻ വന്നു. ഇന്ന് ഗണപതി ഹോമം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ പ്രസാദൂട്ടമൊക്കെ ഉണ്ട് കേട്ടോ. രാജേട്ടൻ പോയിട്ട് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രസാദം തൊടാം. വരുന്നു കേട്ടോ ചേട്ടാ, തൊടട്ടെ. പ്രസാദം തൊട്ട് വരാം. പ്രസാദം തൊട്ടു. അവര് നിവേദ്യമുണ്ട്. പിന്നെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു കേട്ടോ. ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ട് ഇതിൽ. അതെയോ, നമ്മുടെ ഗാർഡനൊക്കെ പുല്ലൊക്കെ വെട്ടി ശരിയാക്കിയല്ലോ. ചെടികളൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ കമ്പിയുമുള്ള ചെടികളൊക്കെ നീളം വെച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു കേട്ടോ. നീളം കൂടുതലുള്ള ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞെല്ലാം ഒപ്പാക്കി. ഇവിടെ കുറച്ച് അധികം ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. മറ്റുള്ള ഭാഗത്തേക്കായി വരണേ ഉള്ളൂ. നല്ല രസമുണ്ടല്ലേ. കാറ്റ്സ് ക്ലോ നട്ടതിൻ്റെ പേര്. ഇവ മഞ്ഞ പൂവുണ്ടാവുക, നല്ല രസമുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ചെമ്പരത്തിമ്മ നിറയെ പൂവുണ്ട് കേട്ടോ. ജപാ കുസുമം എന്നാ പറയുക ചെമ്പരത്തിക്ക് സംസ്കൃതത്തിൽ. ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് ജപാ കുസുമ ഭാസുരാം എന്ന് കേട്ടിട്ടില്ലേ ലളിതാ സഹസ്രനാമത്തിൽ. നമുക്ക് തിരിച്ചത് കണ്ടു. ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന രാജേട്ടൻ കേട്ടോ. എനിക്ക് പുറത്തേക്ക് അങ്ങനെ പോകാറായിട്ടില്ല. ഇവിടെയും കൂടി ഒന്ന് ഫില്ലാവാനുണ്ട് കേട്ടോ. പിന്നെ അധികം ഹൈറ്റ് വെച്ച ചെടികളൊക്കെ വെട്ടി കളഞ്ഞിട്ട് പൊക്കൊക്കെ കുറച്ചിട്ടുണ്ട്. നല്ല രസമായിപ്പോൾ. അല്ല, ഇവിടെയുണ്ട് കുറച്ച്. പിന്നെ ആ പനയുടെയൊക്കെ കുറച്ച് ഇലകളൊക്കെ താഴത്തുള്ള മോശമുള്ള ഇലയൊക്കെ കളഞ്ഞു. അതുപോലെ നന്ദ്യാർവട്ടം വെട്ടി ഹൈറ്റ് കുറച്ചു. അതുപോലെ മരമുല്ല വെട്ടി ഹൈറ്റ് കുറച്ചു. നല്ല ഭംഗിയായില്ലേ. തലമുടി വെട്ടിയ കുട്ടികളുടെ പോലെയല്ലേ. പുല്ലൊക്കെ പോയപ്പോൾ നല്ല രസമായില്ലേ. ഇനി നനഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊടിച്ചു വരും. അപ്പോൾ നല്ല രസമായിരിക്കും. എല്ലാവരെയും നല്ല ഭംഗിയാക്കി. അരാലികളൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ് കേട്ടോ. കണ്ടേശ്വരത്ത് അമ്പലത്തിലേ. ഒരു സ്പൂണ് തരുമോ? ഇതാ, കഴിച്ചോളൂ. ഞാൻ കഴിക്കാം. സാധനല്ലേ. അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കഴിച്ചു കൂട്ടാണ്. തൊട്ടിട്ടുണ്ട് പ്രസാദം. പിന്നെ ഇന്നത്തെ വെള്ളരിക്ക മാങ്ങയോട് കൂട്ടാൻ വയ്ക്കും. മാങ്ങയല്ല, മാമ്പഴത്തെരയാണ് കേട്ടോ. മാമ്പഴത്തെര മുറിക്കാട്ടത് കത്തിയെന്നുള്ളൂ കേട്ടോ. ഇതിന്ന് ഒരെണ്ണം എടുക്കാം. ഒരു നാൾ മുറിച്ചേന്ന് ഒരു കഷ്ണം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്ന് ഒരു പകുതി എടുക്കാം. അപ്പോൾ ഇഷ്ടംപോലെ ആവും കേട്ടോ. നല്ലതാ. കുറച്ചല്ലേ നമ്മൾ വെക്കണുള്ളൂ. വെള്ളരിക്ക ചെറുതല്ലേ. അപ്പോൾ മുറിച്ചോളൂ. യെസ്, എന്നിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ. ഞാൻ ഇതിൽ കഷ്ണങ്ങളാക്കി ഇടാം കേട്ടോ. വേഗം അലിയും. ഇതിൽ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടപ്പത്ത് വെച്ചോളൂ കേട്ടോ. ചെറിയ ഇത്തിരി കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ഇത്തിരി ഉപ്പിട്ട് ലേശം മോരൊഴിച്ചാൽ നല്ലതല്ലേ. ഇഞ്ചി തൈര്
ഇഞ്ചി തൈര് കേട്ടോ, ഇഞ്ചി തൈര് റെഡി. ഇതൊരു ചെറിയ അവിയൽ വെക്കാനായിട്ട് പോണത്. വെള്ളരിക്കല്ലേ ഓഫാക്കിയ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇതാ: കുമ്പളങ്ങ, ക്യാരറ്റ്, മുരിങ്ങക്കായ, കയ്പ്പയ്ക്ക, തക്കാളി, കായ, ഇതൊക്കെ നമുക്ക് ആക്കാം. ചില്ലാതെ നീളത്തിൽ നുറുക്കിയിട്ട് പെട്ടെന്നൊരു അവിയലുണ്ടാക്കാം. അപ്പോൾ 2 കൂട്ടാനും വേഗമാവും കേട്ടോ. ഒരു മധുരമുള്ള കൂട്ടാനും ഒരു വെള്ളമില്ലാത്ത കൂട്ടാനും. കഴിയാറായിട്ടോ ജയശ്രീയെ? എല്ലാതും കുറച്ചുള്ളൂ കേട്ടോ, കുറച്ച് അവരെ കുഞ്ഞു കഷ്ണങ്ങൾ. പക്ഷേ പലതുള്ളി പെരുവെള്ളം എന്നല്ലേ പറഞ്ഞേക്കണത്. ഇതായി കേട്ടോ, ഇത് കഴുകിയിട്ട് അടുപ്പത്തേക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, നെല്ലിക്കക്കറി ഉണ്ടാക്കാൻ പോവുക. കുറച്ച് ഒരു 5-8 നെല്ലിക്കുള്ളൂ കേട്ടോ. അത് ഇപ്പോൾ കുറച്ച് വയ്ക്കുള്ളൂ, പഴക്കം വരില്ലല്ലോ. ഇവിടെ വെള്ളരിക്കയും മാമ്പഴക്കൂട്ടാനേ റെഡി ആയിട്ട് നാളികേരം അരച്ചൊഴിച്ചു, ഇളക്കി. ഇനിയൊന്ന് പതുക്കെ തിളയ്ക്കും. അവിയൽ റെഡി ഉണ്ടല്ലോ, പെട്ടെന്നായി ഉണ്ടോ? എന്തൊരു വേഗം പണി കഴിഞ്ഞല്ലേ. ഡ്രൈ ആയിട്ടുള്ള അവിയലാക്കി, മാമ്പഴക്കൂട്ടാനാക്കി. പിന്നെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അമ്മു വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു പഴുത്ത ചക്ക പകുതി മുറിച്ചിട്ട് കഴിച്ചു. അന്ന് ഭയങ്കര പാടത് മുറിക്കാനായിട്ട് കേട്ടോ. ഞാൻ തന്നെ മുറിക്കാന്ന് വെച്ചു. മഞ്ഞ കണ്ട പഴുത്താലും മുളഞ്ഞധികം ഉണ്ടാവില്ല, അല്ലേ പറയുന്നത്. മുളഞ്ഞ ഇക്കൊല്ലം ആദ്യമായിട്ട് കിട്ടിയ ചക്കപ്പഴമാണ് ഇത് കേട്ടോ. അമ്മുൻ്റെ വീട്ടിലൊക്കെ ഫെബ്രുവരിയിൽ ചക്ക പഴുത്തു തുടങ്ങും. നമ്മുടെ ഇവിടെ ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴാണ് ചക്ക പഴുക്കുള്ളൂ ഇവിടുത്തെ കേട്ടോ. ഇത് അടർത്താനായിട്ട് നല്ല ശക്തി വേണം കേട്ടോ. അതുപോലെ തന്നെ നിറച്ച് മുളഞ്ഞിയുണ്ട്. പിന്നെ കുഴപ്പമില്ല, നല്ല മധുരമുള്ള ചക്ക കേട്ടോ. തിന്നിട്ടുണ്ടെങ്കിൽ അപ്പം തലക്കടിക്കും, അത്ര സൂപ്പറാണ്. ഇതൊക്കെ പറിച്ചെടുത്തു കേട്ടോ ഞങ്ങൾ. കുരുണ്ട്, നമുക്ക് കുരു കളയണ്ട കേട്ടോ. നാളെയോ മറ്റന്നാളൊക്കെ കയ്പ്പയ്ക്കുണ്ട്, അതിട്ടിട്ട് ഉപ്പേരി വയ്ക്കാം. കയ്പ്പയ്ക്കയും ചക്കക്കുരു കൊണ്ടിട്ട് വയ്ക്കാം കേട്ടോ ഉപ്പേരി. വേണമെങ്കിൽ നമുക്ക് 2 ചോളയൊക്കെ തിന്നാം. ബാക്കിയുള്ളത് വേവിച്ച് വെച്ചാൽ ചെറിയൊരു ചക്കട ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുണ്ട് കണ്ട. കഴിച്ചോളൂ കഴിച്ചോ. നല്ല മധുരം നോക്കും. അതെയാ, ശർക്കര ഇടണ്ടല്ലേ? വേവിച്ചാലോ? കുറച്ച് പണി വേവിക്കാം. അല്ല ഇത് വേവിക്കാൻ തുടങ്ങിയെന്നോ? അല്ല ഇത് വേവിച്ച് നമുക്ക് നാളെ ഉണ്ടാക്കാം അല്ലേ? അടി കിട്ടിയ പോലെ അല്ലേ? മത്ത് പിടിക്കുമോ? അത്ര നല്ലതാ അല്ലേ? കുരു കളയണ്ട കേട്ടോ. കുരു നമുക്ക് എടുത്തിട്ടേ നാളെ കയ്പ്പയ്ക്ക് ഇട്ട് വയ്ക്കാം, ചീര ഇട്ട് വയ്ക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആക്കട്ടെ.